കുമ്പസാരത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും മക്കളോട് പറയാറുള്ള ആദ്യത്തെ കാര്യം ഇതാണ്: എത്ര വലിയ പാപമാണെങ്കിലും, എത്ര ആവർത്തിക്കുന്ന പാപമാണെങ്കിലും, എത്ര പഴയ പാപങ്ങളാണെങ്കിലും നിങ്ങൾ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റം വിധിക്കാത്ത, തലകുനിക്കാൻ അനുവദിക്കാത്തൊരു ദൈവം അവിടെയുണ്ട്. അതുകൊണ്ട് ഒന്ന് ഏറ്റുപറ, നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പറഞ്ഞില്ലേ, ചില ചെറുപ്പം മക്കളൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ ഒരു തിരിച്ചറിവ് കിട്ടാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കർത്താവിനോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. അത്രയും തെറ്റുകളുണ്ടച്ചോ, കുഴപ്പമില്ലാന്നേ അവരോട് പറ, ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറ, കുഴപ്പമില്ലാന്നേ. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും ആ ധൂർത്തപുത്രൻ്റെ ഉപമ അവരെ നിരന്തരം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സ്നേഹം ധൂർത്തടിച്ച പിതാവ് തൻ്റെ പുത്രൻ തിരിച്ചു വരുന്നതിന് വേണ്ടി കാലങ്ങൾ കാത്തിരുന്നെന്നും ആ കാലങ്ങളിൽ ഒന്നും തന്നെ ആ സ്വർഗം കണക്കിയുള്ള വീടിൻ്റെ വാതിൽ അദ്ദേഹം അടച്ചിട്ടില്ലെന്നും, പടിപ്പുരയടക്കാതെ കണ്ണെത്തുന്നിടത്തോളം കാത്തിരുന്നെന്നും, ഒരു പൊട്ടുപോലെ കാണുന്നിടത്ത് വെച്ച് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചെന്നും, ഒരു പരാതിയും പറയാതെ ചുംബനം കൊടുത്തെന്നും, അവനെ ദാസനായിട്ടല്ല അവകാശിയായിട്ട് തന്നെ, മകനായിട്ട് തന്നെ സ്വീകരിച്ചെന്നും, അതിനുശേഷം അവന് വേണ്ടിയിട്ടൊരു വിരുന്ന് നടത്തിയെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം, നിരന്തരം ഓർമ്മിപ്പിക്കണം. അതില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു മാനസാന്തരങ്ങൾ കുറഞ്ഞു പോകും. ശരിയാണ്, നമ്മുടെയൊക്കെ ഒരുപാട് പ്രാർത്ഥനകളുടെയും കണ്ണീരിൻ്റെയും കാർക്കശ്യങ്ങളുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ അവര് തിരിച്ചു വരാൻ പോകുന്നത്. എങ്കിലും അവരുടെ ഉള്ളില് ഈ ഒരു തെളിച്ചമിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മക്കളെ, എത്ര തെറ്റ് ചെയ്തു പോയിക്കോട്ടെ, പക്ഷെ തിരിച്ചു വരാൻ പറ്റും. അഗസ്തീനോസ് 33-ാമത്തെ വയസ്സിൽ ജീവിതം തിരിച്ച് വരണമെന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഒരു നല്ല കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനുശേഷമാണ് പിന്നീടുള്ള കഥ ആരംഭിക്കുന്നത്. ചില മൂവിയൊക്കെ പറയുന്നത് പോലെ അതിനുശേഷമാണ് കഥ തുടങ്ങുന്നത്. അദ്ദേഹം പിന്നീടുള്ള ജീവിതം ഓരോന്നും, എഴുതുന്ന ഓരോ എഴുത്തും, സംസാരിക്കുന്ന ഓരോ വാക്കും എത്രയോ മനുഷ്യരെയാണ് ദൈവത്തിലേക്ക് അടുപ്പിച്ചത്.